എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സിൽ എന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഐ വിൽ ഗിവ് യു എ ബെറ്റർ ജോബ്. യു കം ടു മൈ ഓഫീസ് ടുമോറോ. ബൈ. Okay, you fix it. Lal. I'll call you later. Madras girl is coming. Be careful. കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുക. Take your seat. Thank you. Thank you for your kind visit. കുടിക്കാൻ എന്താണ് വേണ്ടത്? Something hot? No thanks. എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? പറയാം. One second. ഇന്റർനാഷണൽ കാർ റേസ് റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന കാറാണിത്. ഈ കാറ് ഇവിടെ എത്തണം. ഏറ്റു. എത്ര രൂപ പ്രതിഫലം വേണം? Come on, tell me. എത്ര തരും? 50,000. 50,000. 1 lakh. 2 lakhs. No. Come on, tell me. Just 5 lakhs. 5 lakhs. അതെ. നിങ്ങൾക്ക് വേണ്ടത് കാറല്ലല്ലോ, അതിനുള്ളിലെ ഡയമണ്ട് അല്ലേ? എത്ര രൂപ അഡ്വാൻസ് ആയിട്ട് വേണം? അഡ്വാൻസ് ആവശ്യമില്ല. കാർ ഇവിടെ വരുമ്പോൾ സിംഗിൾ പേയ്മെന്റ്. ഓക്കെ? ഓക്കെ. ദെൻ ഷോ മീ ദ കാർ. Hurry up. സമ്മതിച്ചിരിക്കുന്നു. നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് ആവശ്യം അഭിനന്ദനങ്ങളല്ല. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഓക്കെ. ഇതിൽ 1 ലക്ഷം രൂപയുണ്ട്.
1 lakh. Come on. നമ്മുടെ കരാർ 5 ലക്ഷമാണ്. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്ത ജോലിക്ക് 1 ലക്ഷം രൂപ മതി. കാർ നിങ്ങളുടെ സങ്കേതത്തിൽ എത്തിയെന്ന ധാരണയിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല. ഈ കാർ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നു അതുപോലെ തിരിച്ചു കൊണ്ടുപോകാനും എനിക്ക് കഴിയും. Don't move. എന്തു പറയുന്നു മിസ്റ്റർ ലാൽ? സോറി മദ്രാസ് ഗേൾ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. സോറി ഫോർ ദ ട്രബിൾ. 1 മിനിറ്റ്. ഇതാ 5 lakhs. 300. Come on. Bye-bye. എനിക്കൊരു മെക്കാനിക്കിനെ വേണം. എന്തിനാ? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി വഴി കിടക്കേ. ബ്രേക്ക് ഡൗൺ ആയതോ അതോ ആക്കിയതോ? മനസ്സിലായില്ല. എന്റെ മോളെ, എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. നിന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റിയ മെക്കാനിക്ക് ഇവിടെ ഇല്ല. അഥവാ ഞാൻ പറഞ്ഞേച്ചാൽ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുവരേണ്ട വരും. പിന്നെ നിങ്ങൾ എന്തിനാ വർക്ക്ഷോപ്പ് വെച്ചിരിക്കുന്നത്? മാന്യന്മാരായ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. കാറ് കുത്തി തുറക്കുന്ന നിന്നെ പോലുള്ളവർക്കല്ല. സംസാരിച്ച് സമയം കളയാതെ സ്ഥലം കാലിയാണ്. ഇല്ലെങ്കിലോ? പോലീസിനെ വിളിക്കും. അടിച്ച് നിന്റെ പല്ല് തട്ടിക്കളയും. ആര്, നീയോ? എന്റെ ലോക്കറും തുറന്നു. ഓക്കെ. കീ എവിടെ? കീ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യമില്ലല്ലോ. കമാ, തുറന്നേ. എനിക്കറിയില്ല. സുന്ദരിയായ ഒരു പെൺകുട്ടി കളവ് പറയാൻ ഞാൻ കരുതിയില്ല. കമാ, പ്ലീസ് ഹെൽപ് മീ. ഓക്കെ, ഷോ മീ. Seven, 1, 5, 9, 3.
വണ്ടർഫുൾ. ഏത് ലോക്കറുകൾ തുറക്കാനും നിനക്ക് കഴിയും. ഇതുപോലുള്ള 3 ലോക്കറുകൾ കൂടിയുണ്ട്. എവിടെ? ഇവിടെ അല്ല, സിറ്റി ബാങ്കിൽ. ബാങ്ക് മോഷണം എന്റെ തൊഴിലല്ല. ഐ എം സോറി. കാറ് മോഷണത്തെക്കാൾ നല്ലതുമില്ല. അതെന്റെ ഇഷ്ടം. ഗേൾ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ നീ ഇവിടെ ജീവനോട് പോവില്ല. മിസ്റ്റർ, എനിക്കെന്റെ ജീവനിൽ വലിയ കൊതിയൊന്നുമില്ല. റിയലി? കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ മദ്രാസ് ഗേൾ. ലാൽ, യെസ് ഡാഡ്. ആളറിഞ്ഞ് പെരുമാറണം എന്നുള്ള കാര്യം ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരണം, അല്ലേ? സോറി ഡാഡ്. ആ പറഞ്ഞത് അവളോട് പറയൂ. സോറി. മദ്രാസ് ഗേൾ, യെസ്. ലാൽ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്തു പറയുന്നു? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് ലോക്കറുകൾ ഓപ്പൺ ചെയ്തു തന്നാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിയുവാനുള്ള പണം ഞാൻ തരാം. എന്തു പറയുന്നു? എനിക്ക് അത്രയും പണം ഒന്നിച്ചാവശ്യമില്ല. ലുക്ക്, നീ ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വലയിൽ വീണാൽ ലോക്കപ്പ്, ജയിൽ. കാർ മോഷണം നിർത്തൂ. ഒരൊറ്റ രാത്രി കൊണ്ട് 50 ലക്ഷം രൂപ പ്രതിഫലം. എന്തു പറയുന്നു? ഞാൻ ആലോചിച്ച് പറയാം. ടേക്ക് യുവർ ഓൺ ടൈം. സമ്മതമാണെങ്കിൽ വിവരം ലാലിനെ അറിയിക്കൂ. ഓക്കെ. സംസാരിക്കുന്ന ആളെ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇനിയും ഇവിടെ വരികയാണെങ്കിൽ നേരിൽ കാണാം. യു ക്യാൻ ഗോ നൗ. ഉം. അത് അയാൾ തന്നെ ചേട്ടാ. എനിക്കൊരു സംശയമില്ല. എത്ര വർഷം കഴിഞ്ഞാലും അയാളുടെ രൂപം എന്റെ മനസ്സിൽ നിന്നും മായില്ല. അവനെ ഞാൻ ചേട്ടനോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഏതായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട. പിന്നെ ഞാനും വരാം. ചേട്ടാ, മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. നീ കാണേണ്ടവനെ കണ്ടെത്തി, പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല. ഇവനെ കണ്ടെത്തുന്നവരെ ഞാൻ മരിക്കില്ല. ചേട്ടാ, ഇവനെ ഞാൻ അറിയും. ലാൽ, ഇവന്റെ അച്ഛനാണ് ഞാൻ തേടിയിരുന്ന ആൾ. എവിടെയാണവൻ? എനിക്കറിയാം. വരൂ. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അപ്പോൾ നീ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ റെഡിയാണല്ലോ? അതെ. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്തു തരണം. ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ്. അറിയാം. പക്ഷെ ആ പതിവ് തെറ്റിക്കൂടുന്നില്ലല്ലോ, പ്രത്യേകിച്ചും പുതിയ ചേട്ടനെ കിട്ടിയ സമയത്ത്. മനസ്സിലായില്ല. മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരാം. വിഷമിക്കണ്ട. നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്തു തന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ അമ്മയെ തിരിച്ചു തരും. ഇല്ലെങ്കിൽ തിരിച്ചു തരാം, പക്ഷേ ജീവൻ ഉണ്ടാകില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ പ്ലാൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നൗ യു ക്യാൻ ഗോ.